ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കൂട്ടുകാരുടെ ബേസിക് സയൻസ് പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കൂട്ടുകാരെല്ലാവരും എക്സാം എഴുതിയിട്ടുള്ളവരാണ്. ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗം കാണാം. ഇവിടെ കൂട്ടുകാർക്ക് സബ്ജക്റ്റ് ഏതാണെന്നും ടൈം, ക്ലാസ്, നിർദ്ദേശങ്ങൾ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായിട്ട് നോക്കാം. പ്രവർത്തനം 1. ഒരറ്റം അടച്ച PVC പൈപ്പിൽ ചിത്രം 1 കാണുന്നത് പോലെ 3 ദ്വാരങ്ങൾ ഉണ്ടാക്കി അതിൽ ഓരോ സ്ട്രോ ABC വീതം ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ചോദ്യം: ഈ പൈപ്പിൽ ജലം നിറച്ചാൽ ഏത് സ്ട്രോയിലൂടെയാണ് ജലം കൂടുതൽ ശക്തിയായി പുറത്തേക്ക് വരുന്നത്? C എന്ന സ്ട്രോയിലൂടെയാണ് കൂടുതൽ ശക്തിയായി ജലം പുറത്തേക്ക് വരുന്നത്. ബി ചോദ്യം: ചിത്രം 2 കാണുന്നത് പോലെ ഒരേ ഉയരത്തിൽ ചുറ്റുമായി ദ്വാരങ്ങൾ ഉണ്ടാക്കി സ്ട്രോ ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ ജലം പുറത്തേക്ക് ഒഴുകുന്നതിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക? തുല്യമായിട്ടായിരിക്കും ജലം പുറത്തേക്ക് ഒഴുകുന്നത്. സി ചോദ്യം: ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് ദ്രാവക മർദ്ദവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം നിഗമനങ്ങളിൽ എത്തിച്ചേരാം? പ്രവർത്തനം 2. മാതൃസസ്യത്തിൽ വെച്ച് വേര് മുളപ്പിച്ച ശേഷം മുറിച്ചെടുത്ത ഒരു കൊമ്പിൻ്റെ ചിത്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഈ ചോദ്യം: ഇപ്രകാരം പുതിയ സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന രീതി ഏതാണ്? കൊമ്പ് ഒട്ടിക്കൽ. പി ചോദ്യം: ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചെടികളുടെ ഏതെങ്കിലും 2 ഗുണങ്ങൾ എഴുതുക. സി ചോദ്യം: ഈ രീതിയിൽ പുതിയ തൈച്ചെടി ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഘട്ടങ്ങളാണ് ABCDE എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. ഇവ ക്രമത്തിൽ എഴുതാനാണ് പറയുന്നത്. എ, തൈ ഉൽപ്പാദിപ്പിക്കേണ്ട ചെടിയുടെ കൊമ്പ് നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ബി, കൊമ്പ് മുറിച്ചെടുത്ത് മണ്ണിൽ നടുന്നു. ബി, വളയാകൃതിയിൽ തൊലി ചെത്തി മാറ്റുന്നു. സി, ചകിരിച്ചോറും മണ്ണും ചേർന്ന മിശ്രിതം ചെറിയ നനവോടെ വച്ച് കെട്ടുന്നു. ഡി, പോളിത്തീൻ ഷീറ്റ് കൊണ്ട് പൊതിയുന്നു. ഇ, കൊമ്പ് മുറിച്ചെടുത്ത് മണ്ണിൽ നടുന്നു. ഇതാണ് ശരിയായ ക്രമം എന്ന് പറയുന്നത്. കൂട്ടുകാരെ എഴുതിക്കോളൂ കേട്ടോ. പ്രവർത്തനം 3. ഈ ചോദ്യം: രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. രക്തകോശങ്ങൾ: ചുവന്ന രക്തകോശങ്ങൾ, അരുണരക്താണു, ശ്വേതരക്താണു. അടുത്ത് രക്തപര്യന വ്യവസ്ഥയിലെ ഭാഗങ്ങൾ: ഹൃദയം, ധമനികൾ, സിരകൾ. ബി ചോദ്യം: രക്തത്തിന് ചുവന്ന നിറം നൽകുന്ന ഘടകം ഏതാണ്? ഹീമോഗ്ലോബിൻ. സി, ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഏതെങ്കിലും 2 കൂട്ടുകാർ എഴുതിക്കോളൂ. പ്രവർത്തനം 4. കറന്നുവച്ച പാൽ ഏതാനും മണിക്കൂറുകൾക്കകം കേടാവുന്നത് കൂട്ടുകാർ കണ്ടിട്ടുണ്ടാകുമല്ലോ. എ, പാൽ കേടാകുന്നതിൻ്റെ കാരണം എന്താണ്? ബി ചോദ്യം: പാൽ എളുപ്പം കേടാകാതിരിക്കാൻ നിങ്ങളുടെ വീടുകളിൽ സാധാരണ ചെയ്യാറുള്ള ഒരു പ്രവർത്തനം എഴുതുക. സി, പാൽ കേടാകാതെ സൂക്ഷിക്കാനുള്ള ശാസ്ത്രീയ മാർഗമാണല്ലോ പാസ്ചറൈസേഷൻ. ഈ രീതി വിശദമായി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവർത്തനം 4. ശ്വസന വ്യവസ്ഥയുടെ മാതൃകയുടെ ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. അത് നിരീക്ഷിക്കൂ. ഈ ചോദ്യം: എ എന്നെഴുതിയ ഭാഗം ശ്വസന വ്യവസ്ഥയിലെ ഏത് ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്? ശ്വാസനാളം. ബി, ശ്വസന വ്യവസ്ഥയുടെയും മാതൃകയുടെ പ്രവർത്തനം അടിസ്ഥാനമാക്കി ഉച്ഛ്വാസവും നിശ്വാസവും എങ്ങനെ നടക്കുന്നുവെന്ന് കൂട്ടുകാർ എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. പ്രവർത്തനം 6. ഒരു വൈദ്യുത സർക്യൂട്ടിന് സമീപം ചിത്രത്തിൽ കാണുന്നത് പോലെ കാന്തസൂചി ക്രമീകരിച്ചിരിക്കുന്നു. ഇവിടെ ചിത്രം കണ്ടല്ലോ അല്ലേ? നോക്കൂ കൂട്ടുകാരെ. ഈ ചോദ്യം: സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കാന്തസൂചിക്ക് എന്ത് സംഭവിക്കും? കാന്തസൂചി ചലിക്കും. ബി ചോദ്യം: ഇപ്രകാരം സംഭവിക്കാൻ കാരണമെന്ത്? വിശദമാക്കുക. സി ചോദ്യം: ഈ ശാസ്ത്ര തത്വം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും 2 ഉപകരണങ്ങളുടെ പേരെഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്.
പ്രവർത്തനം 7. റോയിയും അമ്മയും ചായ ഉണ്ടാക്കുകയാണ്. ചായ ഉണ്ടാക്കുമ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ റോയി നിരീക്ഷിച്ച് പട്ടികപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ. ഈ ചോദ്യം ഈ പട്ടിക പൂർത്തിയാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വെള്ളം തിളയ്ക്കുന്നതിനും പാത്രം ചൂടാകുന്നതിനും പ്രത്യേകം ഒരു പേര് നമ്മൾ പറയാറുണ്ട്. ഇതിനെ കൂട്ടുകാർ എഴുതാം. അത് കൂട്ടുകാർ എഴുതിക്കോളൂ. ഇനി വികിരണത്തിന് മറ്റൊരു ഉദാഹരണം കൂടെ കൂട്ടുകാർ എഴുതി ചേർക്കുക. തെർമോ ഫ്ലാസ്കിന്റെ ചിത്രീകരണം നിരീക്ഷിക്കൂ. ചിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ ഓരോന്നും താപം നിലനിർത്താൻ എങ്ങനെ പ്രയോജനപ്പെടുന്നുവെന്നും കൂട്ടുകാർ എഴുതി നോക്കൂ. സി ചോദ്യം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതിന് പുറമെ താപം നിലനിർത്തുന്നതിനായി മറ്റേതെല്ലാം ക്രമീകരണങ്ങൾ തെർമോ ഫ്ലാസ്കിൽ ഉണ്ട്? ഏതെങ്കിലും ഒന്ന് കൂട്ടുകാർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവർത്തനം 8. ശാസ്ത്രമൂലയിൽ ശേഖരിച്ച പദാർത്ഥങ്ങളുടെ പട്ടികയാണ് ഇവിടെ തന്നിരിക്കുന്നത്. വിനാഗിരി, സോഡിയം ക്ലോറൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഈ ചോദ്യം ഇവയിൽ സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി ഏതാണ്? ബി ചോദ്യം സോപ്പ് നിർമ്മാണത്തിനായി താഴെ പറയുന്നവയിൽ ഏതു പാത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക? എ സ്റ്റീൽ ബക്കറ്റ്, ബി പ്ലാസ്റ്റിക് ബക്കറ്റ്. ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കാരണവും കൂടെ കൂട്ടുകാർ വ്യക്തമാക്കണം കേട്ടോ. സി ചോദ്യം സോപ്പ് നിർമ്മിക്കുമ്പോൾ സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ചേർക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? സോപ്പ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചപ്പോൾ കൂടുതലായി പഠിച്ച ഭാഗങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൂട്ടുകാർ എഴുതി വയ്ക്കാം. പ്രവർത്തനം 9. പത്രവാർത്ത ശ്രദ്ധിക്കൂ. ഭക്ഷ്യവിഷബാധ 2 പേർ ആശുപത്രിയിൽ. ഈ ചോദ്യം പത്രവാർത്ത ശ്രദ്ധിച്ചല്ലോ. ഇത്തരം ഭക്ഷ്യവിഷബാധ ഉണ്ടാകാനുള്ള ഏതെങ്കിലും 2 കാരണങ്ങൾ എഴുതുക. ആഹാരം മൂടി വയ്ക്കാതിരിക്കുന്നത് മൂലം നമുക്ക് ഇത്തരത്തിലുള്ള ഭക്ഷ്യവിഷബാധകൾ ഏൽക്കാറുണ്ട്. പഴകിയ ആഹാരം കഴിക്കുന്നതിലൂടെയും നമുക്ക് ഇത്തരത്തിലുള്ള ഭക്ഷ്യവിഷബാധ ഏൽക്കാറുണ്ട്. ബി ചോദ്യം പാക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ എഴുതുക. അവയുടെ എക്സ്പയറി ഡേറ്റ് നമുക്ക് നോക്കാം. ഇങ്ങനെ തുടങ്ങി 3 കാര്യങ്ങൾ കൂട്ടുകാർ എഴുതി വെച്ചോളൂ കേട്ടോ. പ്രവർത്തനം 10. തുറന്ന കുപ്പിയുടെ വായ്ഭാഗത്ത് ഒരു ബലൂൺ ഉറപ്പിക്കുന്നു. ഈ കുപ്പി തലകീഴായി പിടിച്ച ശേഷം കുപ്പി ചൂടാക്കുന്നു. എ ബലൂണിന് എന്ത് സംഭവിക്കും? ബി ഇതിന് കാരണം എന്താണ്? സി വീടുകളിൽ ചുമരിൻ്റെ മുകൾ വശത്ത് എയർ ഹോൾ വെന്റിലേറ്റർ നിർമ്മിച്ചിരിക്കുന്നത് എന്തിനാണ്? അപ്പോൾ കൂട്ടുകാരെ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ഉണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർ പാഠഭാഗം നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എക്സാം അറ്റൻഡ് ചെയ്യുക. പാഠഭാഗം പഠിക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച പല ഭാഗങ്ങളും നമ്മുടെ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെടുന്ന ഭാഗങ്ങളെല്ലാം കൂട്ടുകാർ നന്നായി വായിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക. സർക്യൂട്ടിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതുപോലെ തന്നെ ഗ്രാഫ്റ്റിംഗ് കോമ്പോട്ടിക്കൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. രോഗങ്ങളുടെ പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും. അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗങ്ങൾ കൂട്ടുകാർ നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ കൂട്ടുകാരെ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത എക്സാം സ്പെഷ്യലുമായി നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്